നമസ്കാരം കേരള. ഇനി കേരളം കാത്തിരിക്കുന്നത് കടുത്ത ദാരിദ്ര്യമോ? സത്യമാണ്, കേരളം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാലവർഷം കൂടി വരാനിരിക്കുമ്പോൾ കേരളത്തിന് കരുതലായി എന്തുണ്ട് എന്ന് ചോദിച്ചാൽ സർക്കാർ കൈമലർത്തിക്കാട്ടുന്ന സാഹചര്യമാണ് ഇപ്പോഴേ ജനങ്ങളെ വേട്ടയാടുന്നത്. കഴിഞ്ഞ കുറച്ചു നാളുകളായി സപ്ലൈകോയെ സംബന്ധിച്ച് കേരളത്തിൽ വലിയ ആശങ്കകൾ നിലനിൽക്കുന്നു. പൊതുജനങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ള പഞ്ചസാര സപ്ലൈകോയിൽ കിട്ടാക്കനിയായി തുടരുകയാണ്. ഇപ്പോഴും മാവേലി സ്റ്റോറുകളിൽ 8 മാസമായി പഞ്ചസാര സ്റ്റോക്കില്ല. സബ്സിഡി സാധനങ്ങളുടെ വില വർദ്ധിച്ചെങ്കിലും പഞ്ചസാരയും തുവരപ്പരിപ്പും വിൽപ്പനയ്ക്ക് എത്തിക്കാൻ സപ്ലൈകോയ്ക്ക് കഴിഞ്ഞിട്ടില്ല. സപ്ലൈകോയ്ക്ക് പണം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട CPI തൊഴിലാളി സംഘടന പ്രത്യക്ഷ സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ഓണക്കാലത്താണ് മാവേലി സ്റ്റോറുകളിൽ അവസാനമായി പഞ്ചസാര എത്തിയത്. പഞ്ചസാര വാങ്ങാൻ മാവേലി സ്റ്റോറുകളിൽ എത്തുന്നവർ 8 മാസമായി നിരാശരായി മടങ്ങുകയാണ്. നേരത്തെ 22 രൂപയായിരുന്ന പഞ്ചസാര വില ഫെബ്രുവരിയിൽ 27 രൂപയാക്കി വർദ്ധിപ്പിച്ചെങ്കിലും സ്റ്റോക്ക് എത്തിക്കാൻ സപ്ലൈകോയ്ക്ക് കഴിഞ്ഞിട്ടില്ല. 40 മുതൽ 45 രൂപ വരെയാണ് പഞ്ചസാരയുടെ വിപണി വില. സബ്സിഡി സാധനങ്ങളിൽ ഏറ്റവും ആവശ്യക്കാരുള്ള ഇനം പഞ്ചസാരയാണ്. പഞ്ചസാര കിട്ടാതായതോടെ മാവേലി സ്റ്റോറുകളിൽ എത്തുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞെന്നാണ് സപ്ലൈകോ ജീവനക്കാർ തന്നെ സമ്മതിക്കുന്നത്. കുടിശ്ശിക മുടങ്ങിയതോടെ വിതരണക്കാർ സപ്ലൈകോയ്ക്ക് പഞ്ചസാര നൽകുന്നില്ല. ഇതാണ് ക്ഷാമത്തിന് കാരണം. 200 കോടി രൂപ അടിയന്തരമായി ലഭിക്കാതെ പ്രശ്നം പരിഹരിക്കാനാകില്ല എന്നാണ് പഞ്ചസാര പ്രശ്നത്തിൽ ഭക്ഷ്യവകുപ്പിന്റെ നിലപാട്. അനുവദിക്കാൻ ഖജനാവിൽ പണമില്ലെന്ന് ധനവകുപ്പും വിശദീകരിക്കുന്നു. പഞ്ചസാര മാത്രമല്ല, സബ്സിഡി നിരക്കിൽ നൽകുന്ന അവശ്യ സാധനങ്ങളുടെ വില വർദ്ധിച്ചിട്ടും മിക്ക സാധനങ്ങളും സപ്ലൈകോയിൽ ലഭിക്കുന്നില്ല. ഇതിനിടയിൽ നോൺ സബ്സിഡി സാധനങ്ങൾക്കും സപ്ലൈകോയിൽ ക്ഷാമം നേരിടുകയാണ്. സ്വകാര്യ കമ്പനിക്ക് വൻ കുടിശ്ശിക നിലവിലുള്ളതിനാൽ കമ്പനികൾ നോൺ സബ്സിഡി സാധനങ്ങൾ സപ്ലൈകോയിൽ നിന്നും തിരിച്ചെടുക്കുകയാണ്. അതിനാൽ സപ്ലൈകോ ഔട്ട്ലെറ്റ് കാലിയായ അവസ്ഥയാണ് നിലവിലുള്ളത്. അരി, ഉഴുന്ന്, പരിപ്പ്, ചെറുപയർ, വൻപയർ, കടല തുടങ്ങി 13 ഇനങ്ങളിലെ സാധനങ്ങൾ സർക്കാർ സബ്സിഡി നിരക്കിൽ ഉപഭോക്താക്കൾക്ക് റേഷൻ കാർഡിൽ നിശ്ചിത അളവിലാണ് പൊതുമാർക്കറ്റിലെ വിലയേക്കാൾ കുറച്ച് സപ്ലൈകോ നൽകുന്നത്. ഇത് ഞങ്ങൾക്കിടയിൽ സൃഷ്ടിക്കുന്ന പ്രതിസന്ധി വലുതാണ്. സപ്ലൈകോയ്ക്ക് പണം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് CPI തൊഴിലാളി സംഘടന പ്രത്യക്ഷ സമരം ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അടുത്ത ബുധൻ, വ്യാഴം ദിവസങ്ങളിൽ CITU സംസ്ഥാന ഭാരവാഹികൾ സെക്രട്ടേറിയറ്റിനു മുന്നിൽ സത്യാഗ്രഹമിരിക്കും. സപ്ലൈകോയെ ധനവകുപ്പ് അവഗണിക്കുന്നുവെന്നാണ് CPI സംഘടനകൾ പറയുന്നത്.